മിശിഹായിലെ സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, യേശുവും സമറിയക്കാരിയും നമ്മൾ പല പ്രാവശ്യമായിട്ട് വായിച്ചു കേട്ടിട്ടുള്ള അറിയാവുന്ന ഒരു വചനഭാഗമാണ് യേശുവും സമറിയക്കാരിയും. ഇവിടെ ജെറുസലേമിൽ നിന്ന് ഗലീലയിലേക്കുള്ള യാത്രയിലാണ് യേശു സമറിയായിലൂടെ കടന്നു പോകുന്നത്. കാരണം യേശു സമറിയായിലൂടെ കടന്നു പോകുമ്പോൾ അവിടെ സമറിയക്കാരും യഹൂദരും തമ്മിൽ യാതൊരു ബന്ധവുമില്ല, കണ്ടം മിണ്ടില്ല, യാതൊരു സമ്പർക്കവുമില്ല. ആ പ്രദേശത്ത് കടന്നുമ്പോൾ ആരും അവിടെ വഴിക്കൂടെ പോവാതിരിക്കും. പ്രത്യേകിച്ച് അവിടെ വഴിയോടെ കടന്നു പോകുമ്പോൾ ആരും മിണ്ടാതെയാണ് യഹൂദര് ആ വഴി കൂടെ കടന്നു പോകുന്നത്. വല്ല ഹോട്ടലുണ്ടെങ്കിൽ അവിടെ കയറുകയും ചെയ്യില്ല. അതിന് കാരണമുണ്ട്. BC 721 ഇസ്രായേലിൻ്റെ തലസ്ഥാനമായിരുന്നു സമറിയ. ഈ സമറിയ ഇസ്രായേലിൻ്റെ തലസ്ഥാനമായിരുന്ന സമറിയയെ അസിറിയക്കാരെ കീഴടക്കുകയും സമറിയക്കാരും അസിറിയക്കാരും തമ്മിൽ വിവാഹത്തിൽ ഏർപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായി. അങ്ങനെ ഉണ്ടായ സങ്കരവർഗത്തിൽ പെട്ടവരാണ് സമറിയക്കാരെ. അതുകൊണ്ട് സമറിയക്കാരെ താഴ്ന്ന വർഗമായിട്ട് കരുതി പോന്നിരുന്ന ഒരു കാലഘട്ടമാണത്. കാരണം ഇസ്രായേൽ ജനം അവിടെ നിന്ന് കുറവിൽ ഓടി രക്ഷപ്പെട്ടു. കുറച്ച് ശേഷിച്ചിരുന്ന അവർ യഹൂദരായിട്ട് അസിറിയക്കാരുമായിട്ട് സമറിയക്കാരും അസിറിയക്കാരുമായിട്ട് വിവാഹത്തിൽ ഏർപ്പെട്ട് ആ സങ്കരവർഗമായിട്ട് വന്നവരാണ് സമറിയക്കാരെ. അതുകൊണ്ട് ഈ സമറിയക്കാരെ യാതൊരു കാരണവശാലും യഹൂദര് ആ വഴിക്ക് തന്നെ പോകില്ല, യാതൊരു ബന്ധവുമില്ല, അവിടെ സംസാരിക്കുകയില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സമറിയക്കാരെ സ്ത്രീ നട്ടുച്ച നേരത്ത് വെള്ളം കോരുവാനായിട്ട് വരുന്നത്. ഈ സമറിയക്കാരി സ്ത്രീ നട്ടുച്ച നേരത്ത് വെള്ളം കോരുവാന്നതിന് കാരണമുണ്ട്. ഈ സ്ത്രീ പാപത്തിൻ്റെ ചെളിക്കുഴിയിലെ വീണിരിക്കുന്ന ഒരവസ്ഥയാണ്. ഒരു മനുഷ്യന്മാരായിട്ട് യാതൊരു ബന്ധവും ഈ സ്ത്രീക്കില്ല. നട്ടുച്ച നേരമാകുമ്പോൾ ആരും ആ കിണറ്റിൻകരയിലേക്ക് വെള്ളം കോരാൻ വരില്ല എന്ന് ഭാവിച്ചിട്ടാണ് ഈ സ്ത്രീ ആരുമില്ലാത്ത സമയം നോക്കിയിട്ട് മനുഷ്യരായിട്ടും ദൈവവുമായിട്ടും ബന്ധത്തിൽ നിന്ന് പാപാവസ്ഥയിൽ അകന്നു കഴിയുന്ന ഈ സമറിയക്കാരെ സ്ത്രീ ഈ ലോകത്തിൽ പാപത്തിൽ കഴിയുന്ന എല്ലാവരുടെയും പ്രതീകമായിട്ടാണ് ദൈവശാസ്ത്രജ്ഞന്മാർ ഈ സ്ത്രീയെ കരുതുന്നത്. ഈ സ്ത്രീ ആ സമയത്ത് കടന്നു വരുമ്പോൾ ആരും കിണറ്റുകരി ഉണ്ടാവില്ല. അപ്പോൾ വെള്ളം കോരി തിരിച്ചു പോകാമെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങോട്ടേക്ക് കടന്നു വന്നത്. അവിടെ എത്തിയപ്പോൾ യേശുവിനെ കണ്ടപ്പോൾ യേശു ആ സ്ത്രീയോട് ചോദിക്കുന്നുണ്ട്, 4-ാമത്തെ അധ്യായം 7-ാം വാക്യത്തിൽ, എനിക്ക് കുടിക്കാൻ തരിക, എനിക്ക് കുടിക്കാൻ തരിക. യേശു എനിക്ക് കുടിക്കാൻ തരിക എന്ന് പറയുമ്പോൾ യേശു ഉദ്ദേശിക്കുന്ന എന്താണ്? ജലം, പച്ചവെള്ളം കൊടുക്കാണോ യേശു ഉദ്ദേശിക്കുന്നത്? വെള്ളത്തിന് വേണ്ടി ഈശോയ്ക്ക് ദാഹിക്കുന്നത് അല്ല. നമുക്കറിയാം യോഹന്നാൻ സുവിശേഷം 2-ാമത്തെ അധ്യായത്തില് കാനായിൽ വിവാദിച്ചിട്ട് പച്ചവെള്ളത്തെ വീഞ്ഞാക്കി മാറ്റിയ വ്യക്തിയാണ്. ഈശോയ്ക്ക് അവിടെ വെള്ളമുണ്ടാകട്ടെ എന്ന് പറഞ്ഞ് വെള്ളമുണ്ടാകും. മോശ വടിയുമ്പോൾ പാറമടിച്ചപ്പോൾ അവിടെ വെള്ളമുണ്ടായി. അതിനേക്കാളും കൂടുതൽ അത്ഭുതം പ്രവർത്തിക്കാൻ സാധിക്കുന്ന വ്യക്തിയാണ് ഈശോ. ആ ഈശോ സമറിയക്കാരുടെ അടുത്ത് പോയത്, സമറിയക്കാരോട് പറഞ്ഞത്, എനിക്ക് കുടിക്കാൻ തരിക. ഇവിടെ കുടിക്കാൻ തരിക എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് ഈശോയുടെ ആത്മാക്കൾക്ക് വേണ്ടിയിട്ടുള്ള ദാഹത്തെയാണ് സൂചിപ്പിക്കുന്നത്. അവിടെ യേശു കുരിശിൽ മരിക്കുന്ന മുമ്പ് എനിക്ക് ദാഹിക്കുന്നു. അപ്പോൾ മറ്റ് യഹൂദ പ്രമാണിമാരും പെട്ട ആൾക്കാരും ചോർക്ക് കൊടുത്തു, എനിക്ക് ദാഹിക്കുന്നു, എൻ്റെ രക്തം ചിന്തി ഇവിടുന്ന് ആത്മാക്കളെ കൊണ്ടുപോകാനുള്ള ദാഹമാണ് ഈശോ കുരിശിൽ കിടന്ന് പറഞ്ഞത്, എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞത്.
അത് കഴിഞ്ഞപ്പോൾ യേശു പറഞ്ഞു, എല്ലാം പൂർത്തിയായി. ആത്മാക്കൾക്ക് വേണ്ടിയുള്ള ഈശോയുടെ ദാഹം, ആത്മാക്കൾക്ക് ആത്മാക്കളായ മനുഷ്യരെ കിട്ടാൻ വേണ്ടിയുള്ള ദാഹമാണ് പിതാവായ ദൈവത്തിൻ്റെ ആ ദാഹം. അതുപോലെ മനുഷ്യരെ ദൈവത്തെ ലഭിക്കാനുള്ള ദാഹം മനുഷ്യർക്കിടയിലുണ്ടായിരുന്നു. ഇവിടെ പ്രകടമാകുന്നത് ഈ സ്ത്രീ പാപാവസ്ഥയിലാണെങ്കിലും ദൈവത്തെ ലഭിക്കണം, ദൈവാനുഗ്രഹം ലഭിക്കണം, കൃപ ലഭിക്കണം എന്നൊരാഗ്രഹം ഉള്ളിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു എന്നാണ് ദൈവശാസ്ത്രന്മാരെ വളരെ വ്യക്തമായിട്ട് നമ്മളെ പഠിപ്പിച്ചിരുന്നത്. ആ ആഗ്രഹം മനസ്സിലാക്കിയിട്ടാണ് ഈശോ ഈ സമരക്കാരി വെള്ളം കോരാൻ പോകുന്ന സമയം നോക്കിയിട്ട്, നട്ടുച്ച നേരത്താണ് വെള്ളം കോരാൻ വരുന്നതെന്ന് കൃത്യമായിട്ട് ഈശോയ്ക്ക് അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഈ സ്ത്രീയുടെ ആത്മാവ് രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈശോ ആ സമയത്ത് അവിടെ പോയത്. അപ്പൊ ഈശോയ്ക്ക് നമ്മളെ രക്ഷിക്കാനുള്ള ദാഹം നമ്മൾ മനസ്സിലാക്കണം. സമരക്കാരി സ്ത്രീ പാപബോധമില്ലാതെ പാപത്തിൽ ജീവിക്കുന്ന ഇന്നത്തെ ലോകത്തിലെ ഓരോ ആത്മാക്കളെയും പ്രതിരൂപമാണ്, ഓരോ ആത്മാക്കളെയും പ്രതീകമാണ്. പാപബോധമില്ലാതെ പാപത്തിൽ ജീവിക്കുന്ന ഇന്നത്തെ ലോകത്തിലെ ഓരോ വ്യക്തികളുടെയും ഓരോ ആത്മാക്കളുടെയും പ്രതിരൂപമാണ്, പ്രതീകമാണ്. പക്ഷേ ദൈവത്തിന് വേണ്ടി ഉള്ളിലുള്ള ഒരു ദാഹം ആ സ്ത്രീയുടെ ഉള്ളിലുണ്ട്. ആദ്യം 4-ാമത്തെ അധ്യായം 7 മുതൽ 15 വരെ വാക്യത്തിലെ യേശുവിനെ ആ സ്ത്രീ കണ്ടിരുന്നത് ഒരു വെള്ളം ചോദിച്ചു വന്ന ഒരു യഹൂദൻ, ജീവജലം ചോദിച്ചു വന്ന ഒരു വ്യക്തിയായിട്ടാണ്. ആദ്യം 3 ഘട്ടമായിട്ടാണ് ഈ സമരിയക്കാരി സ്ത്രീ യേശുവിനെ അനുഭവിക്കുന്നത്. ഒരു വെള്ളം ചോദിക്കാൻ വന്ന ഒരു മനുഷ്യൻ, അത്രയേ ഉള്ളൂ. ആ മനുഷ്യന് ഒരു യഹൂദൻ. കാരണം സമറിയക്കാരുടെ യാതൊരു ബന്ധമില്ലാതെ ഇരിക്കുന്ന ഈ വ്യക്തി ഒന്നൊരു കരുണ കാണിച്ചിട്ടാണ് എൻ്റെ അടുത്ത് വന്നിരിക്കുന്നത് എന്ന് മനസ്സിലായി. ഒരു യഹൂദൻ കരുണ കാണിക്കുന്ന അല്ലെങ്കിൽ എന്നെ ഇതാക്കുന്ന ഒരു യഹൂദൻ എന്ന് മാത്രമേ ആ സ്ത്രീക്ക് ആദ്യമായിട്ട് യേശുവിനെ കാണുമ്പോൾ ജീവജലം ചോദിക്കാൻ വന്ന ഒരു ദാതാവായി വന്ന വ്യക്തി എന്ന് മാത്രം. രണ്ടാമതായിട്ട് ഈശോ പറയുക, ഞാൻ തരുന്ന ദൈവത്തിന്റെ ദാനം നീ എന്താണെന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ. അപ്പൊ അതൊന്ന് വായിച്ചു നോക്കിയ ദൈവത്തിന്റെ ദാനം. ദൈവദാനം എന്ന 10-ാമത്തെ വാക്യം. എന്ന് എനിക്ക് കുടിക്കാൻ തരിക നീ ആവശ്യപ്പെടുന്നെങ്കിൽ, ആരെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ നീ അവനോട് ചോദിക്കുകയും അവൻ നിനക്ക് ജീവജലം തരികയും. ദൈവത്തിന്റെ ദാനം അത് ഈശോയാ. ദൈവത്തിന്റെ ദാനം അത് ഈശോയാ. അപ്പൊ ഈശോ ദൈവത്തിന്റെ പുത്രനാണ്, ദൈവമാണെന്ന്, ദൈവത്തിന്റെ പുത്രനാണ്, ദൈവത്തിന്റെ ദാനമാണെന്ന് ഇവിടെ ഈശോ സന്നിധികമായിട്ട് ഇൻഡയറക്റ്റ് ആയിട്ട് പ്രഖ്യാപിക്കുക ചെയ്യുന്നത്. ആ ദാനം എന്താണെന്ന് മനസ്സിലാക്കുകയിൽ നീ അവനോട് ചോദിക്കുകയും അവൻ ജീവന്റെ ജലം നിനക്ക് തരികയും ചെയ്യുമായിരുന്നു. അപ്പോഴാ സ്ത്രീ പറഞ്ഞ, അങ്ങനെയെങ്കിൽ ആ ജീവന്റെ ജലം എനിക്ക് വേണം. അപ്പോഴും അവൾ ഉദ്ദേശിക്കുന്നത് സാധാരണ ഇതിൽ പച്ചവെള്ളമാണ്. കാരണം അതുകൊണ്ടാണ് പറഞ്ഞത്, നിനക്ക് കോരുവാനായിട്ട് പാളയില്ല, കയറില്ല, പിന്നെ എങ്ങനെ തരും? എൻ്റെ ജലനിരകാണെങ്കിൽ എനിക്കിങ്ങോട്ട് പിന്നെ കുടിക്കാൻ വരണ്ടല്ലോ എന്ന് ഉദ്ദേശിച്ച് പറഞ്ഞത്. അപ്പോഴാണ് ഈശോ പറയുന്നത്, നിന്റെ ഭർത്താവിനെ നീ വിളിച്ചു കൊണ്ടുവന്നാലേ ഞാൻ ഈ ജലം നിനക്ക് തരാം. ആ പോടന സ്ത്രീ പറഞ്ഞു, എനിക്ക് ഭർത്താവില്ല. ഈശോ പറഞ്ഞു, നിനക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു, ഇപ്പോഴുള്ളവൻ നിന്റെ ഭർത്താവല്ല. ഇപ്പോഴുള്ളവൻ നിന്റെ ഭർത്താവല്ല. പിന്നീട് ആ സ്ത്രീ ജലം ചോദിക്കാമെന്ന വ്യക്തി, അല്ലെ യഹൂദൻ എന്നല്ല,
പ്രവാചകൻ, നീ ഒരു പ്രവാചകനാണ്. കാരണം ഞാൻ ചെയ്തിരുന്ന കാര്യങ്ങൾ നീ എന്നോട് പറയുന്നുണ്ടെങ്കിൽ നീ ദൈവത്തിൽ നിന്ന് വന്ന വ്യക്തിയാണ്, ഒരു പ്രവാചകനായിട്ടാണ് ഈശോയെ ആ സ്ത്രീ മനസ്സിൽ കണ്ടത്. മൂന്നാമതായിട്ട്, ആദ്യം വന്നപ്പോൾ ഒരു യഹൂദൻ, വെള്ളം ചോദിക്കാൻ വന്ന ഒരു യഹൂദൻ ആണ്, ഒരു വ്യക്തിയായിട്ടാണ് ഈശോയെ കണ്ടത്. രണ്ടാമതായിട്ട് ഒരു പ്രവാചകനായിട്ട് ഈശോയെ അനുഭവിക്കാനായിട്ട് ആ സമറിയക്കാരെ സ്ത്രീക്ക് പറ്റി. മൂന്നാമതായിട്ട് അവൾ പറയുകയാണ്, മിശിഹ ക്രിസ്തു വരുമെന്ന് എനിക്കറിയാം, അവൻ വരുമ്പോൾ എല്ലാ കാര്യം ഞങ്ങളെ അറിയിക്കും. അപ്പൊ ഈശോയെ കുറിച്ചിട്ട്, ക്രിസ്തുവിനെ കുറിച്ച്, മിശിഹയെ കുറിച്ചിട്ട് വളരെ ബോധ്യമുള്ള ഒരു വ്യക്തിയാണ് ഈ സമറിയക്കാരി സ്ത്രീ. അവൻ തന്നെയാണ് ഞാൻ എന്ന് പറഞ്ഞപ്പോൾ അവൾക്ക് കിട്ടിയ ആ ക്രിസ്തു അനുഭവം, ആ മിശിഹ അനുഭവം അവളുടെ ജീവിതത്തെ മാറ്റിമറിച്ചു. അവളുടെ ജീവിതത്തെ മാറ്റിമറിച്ചു. ആ ക്രിസ്തീയ അനുഭവത്തിലേക്ക് അവള് ഉയർത്തപ്പെട്ടു, അവള് ഉയർന്നു. നമ്മുടെ ജീവിതങ്ങളൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടത് ഈ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. ഈ മിശിഹ അനുഭവത്തിലേക്ക്, ക്രിസ്തു അനുഭവത്തിലേക്ക്, മിശിഹ അനുഭവത്തിലേക്ക് നമ്മൾ പടിപടിയായിട്ട് ഉയരണം. കാരണം കൊച്ചില് നമുക്ക് ഓരോ കാര്യങ്ങൾ ലഭിക്കാനായിട്ട്, പരീക്ഷയിൽ പാസ്സാവാനായിട്ട് ഈശോയോട് പ്രാർത്ഥിക്കും. അടുത്ത സ്റ്റെപ്പ് വരുമ്പോൾ ഈശോയെ വിശ്വാസനാഥത്തിലേക്ക് ചരിക്കുവാനായിട്ട് നമ്മുടെ ഒത്തിരി കാര്യങ്ങൾ ഈശോ വെളിപ്പെടുത്തുമ്പോൾ ഈശോയെ പ്രവാചകനായിട്ട് നമുക്ക് അനുഭവം ഉണ്ടാവണം. മൂന്നാമതായിട്ട് ഈശോ മിശിഹായായിട്ട്, രക്ഷകനായിട്ട്, ക്രിസ്തുവായിട്ട് അനുഭവം ഉണ്ടാവണം. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഇവിടെ ധ്യാന സെന്ററിൽ വരുമ്പോൾ തന്നെ ഒത്തിരിയേറെ ഭൗതിക കാര്യങ്ങൾ ലഭിക്കാനാണ് വരുന്നത്. കല്യാണം നടക്കണം, സാമ്പത്തിക ബുദ്ധിമുട്ട് മാറണം, അതൊക്കെ കിട്ടി. ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ കിട്ടി കഴിഞ്ഞാലേ നമ്മുടെ ആവശ്യം നിൽക്കുന്നുണ്ടോ? ഇല്ല. അടുത്ത ബുദ്ധിമുട്ട് വരും. ഇപ്പൊ പെര പണിതു, ഭവനമില്ല, ഭവന നിർമ്മാണത്തിനെ പ്രാർത്ഥിച്ചു, ഭൗതികമായ കാര്യമാണ്. അടുത്തത് ജോലിക്ക് വേണ്ടിയിട്ടായിരിക്കും. ഇങ്ങനെ നമ്മുടെ ഭൗതികമായ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും, ഒരിക്കലും നിൽക്കില്ല. മറിച്ച് ഈശോയെ ഒരു മിശിഹ അനുഭവത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതൊന്നും എനിക്ക് പ്രശ്നമല്ല, എല്ലാം പൂർത്തീകരിക്കും. അതുകൊണ്ടാണ് ഈ സ്ത്രീ ആ മിശിഹ അനുഭവത്തിലേക്ക് വന്നപ്പോഴാണ് അവൾ എന്താ ചെയ്തെന്നറിയോ? ആ കുടം അവിടെ വലിച്ചെറിഞ്ഞോളൂ. ഈ കുടം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ ഭൗതികമായിട്ടുള്ള ആഗ്രഹങ്ങൾ, സുഖ സൗകര്യങ്ങൾ, നമ്മുടെ ആവശ്യങ്ങളായിക്കോട്ടെ. കാരണം എല്ലാ ദിവസവും ഈ വെള്ളം കൊണ്ടുപോകണം, പക്ഷെ ഈശോ ഇവൾക്ക് ജീവന്റെ ചെലവ്, ആ മിശിഹ അനുഭവം, ക്രിസ്തു അനുഭവം കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇവൾ കുളം വേണ്ടെന്ന് വെച്ചു. ഇനി വെള്ളം വേണ്ട, ഒരു കുന്തം വേണ്ട, എനിക്ക് എൻ്റെ ഈശോയെ കിട്ടിയിട്ടുണ്ട്. ആ കിട്ടിയ ക്രിസ്തു അനുഭവം എല്ലാവരിലേക്കും പ്രഘോഷിക്കാനായിട്ട് അവൾ ഓടി. ഞാൻ ചെയ്ത കാര്യങ്ങൾ എന്നോട് പറഞ്ഞ ഒരു പ്രവാചകനെ, ക്രിസ്തുവിനെ ഞാൻ കണ്ടുമുട്ടി എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഭൗതികമായിട്ടുള്ള ആഗ്രഹത്തെക്കാളും ആ ആഗ്രഹം മാറിയിട്ട് ആത്മീയമായിട്ടുള്ള ആഗ്രഹം, ആത്മീയ ഭക്ഷണത്തിലേക്ക്. ഭൗതിക ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ നമുക്ക് വിശപ്പും ദാഹവുമാണ്. കാലത്ത് ഭക്ഷണം കഴിച്ചിട്ടില്ല, വെള്ളം കുടിച്ചിട്ടില്ല, ദാഹവും വിശപ്പും ഉണ്ട്. നമുക്ക് എന്തൊരു അസ്വസ്ഥതയാണെന്നറിയോ? ഇതുപോലെ
ഒരു പരിശുദ്ധ കുർബാന അർപ്പിക്കാനായിട്ട് ആ ബലിപീഠത്തിൽ പോകാൻ പറ്റാണ്ടാവുമ്പോൾ എനിക്കുണ്ടാകുന്ന ആത്മീയ ദാഹവും ആത്മീയ വിശപ്പും എനിക്കുണ്ടാകണം. അപ്പോഴാണ് ഞാൻ ഓടി വരിക. ഭൗതികമായിട്ടുള്ള വിശപ്പിനേക്കാളും ശ്രേഷ്ഠമാണ് ആത്മീയമായ വിശപ്പും ആത്മീയമായ ദാഹവും. ഈ സമറിയക്കാരി സ്ത്രീക്ക് അവസാനമുണ്ടായത് അതാണ്. അവിടേക്കാണ് ഈശോ നമ്മളെ ഓരോരുത്തരെയും മാടി വിളിക്കുന്നത്, ജീവജലത്തിൻ്റെ ദാതാവായിട്ട് മാറുവാനായിട്ട്. ഒരിക്കലും ദാഹിക്കാത്ത കർത്താവിൻ്റെ സ്നേഹം ഒരു പരിശുദ്ധ കുർബാനയിലും അനുഭവിക്കാനായിട്ട് സാധിക്കും. ഈ ജീവജലത്തെ 3 ദൈവശാസ്ത്രന്മാരെ അവിടുന്ന് പ്രതിപാദിക്കുന്നുണ്ട്. മനുഷ്യരുടെ സ്നേഹത്തെ പ്രതി ദൈവം മനുഷ്യന് നൽകിയ ദാനമാണ്, സമ്മാനമാണ് ഈശോ. ഈശോ പറഞ്ഞ ദൈവത്തിന് ദാനം എന്താണെന്ന് മനസ്സിലാക്കിയെങ്കിൽ യോഹന്നാന്റെ സുവിശേഷം 3:10 ഈ ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചതിന്റെ പ്രതീകമാണ് ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു, പ്രതീകമായിട്ട് തൻ്റെ ഏകജാതനെ ഈ ഭൂമിയിലേക്ക് അയച്ചു. യോഹന്നാന്റെ സുവിശേഷം 3:10 പറയുന്നുണ്ട്, മനുഷ്യരുടെ ദാഹം തീർക്കാനായിട്ട് വർഷങ്ങളോളം രക്ഷകനെ കുറിച്ച് ഓർത്ത് പ്രാർത്ഥിച്ചെത്തി ആഹ്ലാദാക്കുന്ന ഒരു പൂർവ്വപിതാക്കന്മാരുടെ യാചനയാണ്, ആ ദാഹം തീർക്കാനാണ് ജീവജലമായിട്ട് ഈശോ ഇവിടെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് ജെറമിയയുടെ പുസ്തകം 2-13 ദൈവമായ കർത്താവ് പറയുന്നത്, ജീവജലത്തിന്റെ ഉറവയായ എന്നെ നിങ്ങൾ ഉപേക്ഷിച്ചു, എന്നിട്ട് വെള്ളം വറ്റി വരണ്ടു പോകുന്ന പൊട്ടക്കിണറുകൾ കുഴിക്കുകയും ചെയ്തു. ഈ ഭൗതികമായ നേട്ടത്തെക്കാളും ഭൗതികമായ നേട്ടത്തെ ഓർത്ത് കർത്താവിൻ്റെ അടുത്തേക്ക് വന്നിട്ട് ഒരു ഉപകാരമില്ല, മറിച്ച് ആത്മീയ അഭിഷേകത്തിനായിട്ടും കർത്താവ് അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക, അപ്പോൾ സകലതും കൂട്ടിച്ചേർക്കപ്പെടും. ആത്മീയമായി തീഷ്ണ വരുമ്പോൾ ബാക്കി ഭൗതികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മിലേക്ക് കർത്താവ് കൂട്ടിച്ചേർക്കപ്പെടും. രണ്ടാമതായിട്ട് ദൈവശാസ്ത്രന്മാർ പറയുന്നത്, വചനമായ ഈശോയാണ് ജീവജലം. ഈ ജീവജലം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വചനമായ ഈശോയാണ്. ജീവജലത്തെ വർത്തമാനകാലമായിട്ടും ഭാവികാല ദാനമായിട്ടും വർത്തമാന കാലത്തിൽ ദാനമായിട്ടും ഭാവികാല ദാനമായിട്ടും ദൈവശാസ്ത്രന്മാരെ ഇവിടെ ചിത്രീകരിക്കുന്നുണ്ട്. ഈശോ ദൈവത്തിന് ദാനമായി തിരിച്ചറിഞ്ഞിട്ടും ഈശോ മാംസമായി വചനമാണ്, വചനം മാംസമായി ധരിച്ച വചനമാണ് ഈശോ. യോഹന്നാന്റെ സുവിശേഷം 1:14 ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. വർത്തമാന കാലത്തിൽ ദാനമാണ് ഈശോ എന്ന് ദൈവശാസ്ത്രമായി നമ്മളിവിടെ അടുപ്പിക്കുകയാണ്. പഴയ നിയമത്തിലെ യഹൂദരെ തോറായുടെ പ്രതീകമാണ് ജലമായിട്ട് സൂചിപ്പിക്കാറുണ്ട്. തോറായുടെ പ്രതീകമായിട്ട് പുറപ്പാടിന്റെ പുസ്തകം 13-14 18 അവിടുന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഒപ്പം തന്നെ സുഭാഷിതങ്ങളുടെ പുസ്തകത്തിലെ സുഭാഷിത പുസ്തകം 13-14 18-4 ജ്ഞാനത്തെ ജീവജലത്തോട് ഉപമിക്കുന്നുണ്ട്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഈ ജലം എഫെസോസ് ലേഖനം 4:7 രക്ഷയുടെ അടയാളമായിട്ട്, അപ്പോസ്തല പ്രവർത്തനങ്ങൾ 2:38 പരിശുദ്ധാത്മാവായിട്ട്, യാക്കോബിന്റെ ലേഖനം 1:17 ദൈവജനമായിട്ടും സൂചിപ്പിക്കുന്നുണ്ട്. അപ്പൊ വർത്തമാന കാലഘട്ടത്തിലെ ഈശോയാണ് അവിടെ ജീവജലം. ഭാവികാല ദാനമായിട്ട് സൂചിപ്പിക്കുമ്പോൾ അവിടെ ജീവജലം പരിശുദ്ധാത്മാവാണ്. 4:13-14 നമുക്ക് കാണുവാനായി സാധിക്കും. എന്നാൽ ഞാനെന്ന ജലം കുടിക്കുന്ന അവനെ ഒരിക്കലും ദാഹിക്കില്ല, ജലം അവൻ ജീവനിലേക്ക് നിർഗളിക്കുന്ന അരുവിയാക്കും. പരിശുദ്ധാത്മാവാണ് ഈശോ അതുകൊണ്ട് പറഞ്ഞത്, ഞാൻ പോയി കഴിഞ്ഞാൽ സഹായകനായ പരിശുദ്ധനായിരിക്കും, എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കും. ഭാവികാല ദാനമായിട്ടുള്ള ജീവജലമാണ് പരിശുദ്ധാത്മാവ്. ഇന്ന് പരിശുദ്ധാത്മാവ് സഭയെ നയിച്ചു കൊണ്ടിരിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്.
ഇപ്പോൾ ഭാവികാല ദാനമായ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചുകൊണ്ട് വർത്തമാന കാലഘട്ടത്തിലെ ജീവജലമായ ഈശോയെ അനുഭവിക്കുവാനായിട്ട്, അതുവഴി പിതാവിനിലേക്ക് നടന്നെടുക്കുവാനായിട്ട്, പിതാവിൻ്റെ സ്നേഹം അനുഭവിക്കുവാനായിട്ട് ഈ സമരിയക്കാരി സ്ത്രീക്കുണ്ടായ ആ മിശിഹ അനുഭവം, ക്രിസ്തു അനുഭവം നമ്മൾ ഇതുണ്ടാകാനായിട്ട് ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ടും ആസ്വദിച്ച് അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.